മരുന്നുകളൊക്കെ കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ട്. എന്നിട്ടും അസിഡിറ്റിയും ഗ്യാസ് ട്രബിളൊക്കെ കൂടുമല്ലാതെ കുറയുന്നില്ല. ശരിക്കും നിങ്ങൾ കഴിക്കുന്ന മരുന്നാണോ അതിൻ്റെ പ്രശ്നം? ഈ ഗ്യാസ് ട്രബിളിനുള്ള മരുന്നുകളല്ലാതെ തന്നെ മറ്റുള്ള ചില മരുന്നുകൾ കഴിച്ചാൽ നമ്മുടെ കുടലിലുള്ള പ്രൊട്ടക്റ്റീവ് ലെയറിനെ ഇറിറ്റേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആസിഡ് പ്രൊഡക്ഷൻ കൂട്ടാനും ഇടയുണ്ട്. അങ്ങനെ അസിഡിറ്റി, ഗ്യാസ് ട്രബിൾ, ബ്ലോട്ടിംഗ് ഒക്കെ വരികയും ചെയ്യും. എക്സാമ്പിളായിട്ട് പറയാനാണെങ്കിൽ പെയിൻ കില്ലേഴ്സ് ആയിട്ടുള്ള ഐബുപ്രൂഫൻ, ഡൈക്ലോഫെനാക്, ചില ആൻറ്റിബയോട്ടിക്കുകളായ അമോക്സിസിലിൻ ക്ലാവുലാനേറ്റ്, അസിത്രോമൈസിൻ, അയൺ ടാബ്ലറ്റ്സ്, ബ്ലഡ് പ്രഷറിന് കുടിക്കുന്ന അംലോഡിപ്പിൻ, അതുപോലെ തന്നെ ഡയബറ്റീസിന് കുടിക്കുന്ന മെറ്റ്ഫോമിൻ, പിന്നെ ചില സ്റ്റിറോയിഡുകളും കറക്റ്റ് ടൈമിന് കറക്റ്റ് ഡോസ് കുടിച്ചാൽ പോലും നിങ്ങളുടെ ശരീരത്തിൽ അത് ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കും. അതായത് ഒരു ബാക്ക് പെയിനിന് നിങ്ങളൊരു വേദന സംഹാരി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വേദനയൊക്കെ കുറയും, പക്ഷെ അവിടെ ഗ്യാസ് ട്രബിൾ തുടങ്ങും. ഇവിടെ ഇപ്പം നമുക്കെന്താ ചെയ്യാൻ പറ്റുമെന്നറിയോ? അതായത് മരുന്നുകൾ ഇഷ്ടമുള്ള പോലെ കഴിക്കാനും അതുപോലെ തന്നെ തോന്നുന്ന സമയത്ത് നിർത്താനും പാടില്ല. ഈ ഒരു ഗ്യാസ് ട്രബിളിന്റെ ലക്ഷണങ്ങൾ നന്നായിട്ട് കൂടിക്കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കാണിക്കാൻ മടി കാണിക്കരുത്. പുതിയൊരു മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് അസിഡിറ്റി വരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നോർമൽ അല്ല, മറിച്ച് അതൊരു സിഗ്നലാണ്.